എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ഇടിയൻ ചന്തു. ആദ്യ ദിവസം മുതൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 3 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 30 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം 17 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 47 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. ജൂലൈ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ കില്ല്. നിലവിൽ 17 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന കില്ല് എന്ന സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ 17 ദിവസങ്ങൾ കൊണ്ട് 2,35 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതിൽ ഇന്നലെ ഞായറാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 20 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ 17 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 23,28 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഓവർസീസിൽ നിന്ന് മാത്രം ചിത്രം 19,25 ലക്ഷം രൂപയാണ് ചിത്രം 16 ദിവസങ്ങൾ കൊണ്ട് ഓവർസീസിൽ നേടിയിരിക്കുന്നത്. അങ്ങനെ കില്ല് എന്ന സിനിമ 17 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 42,75 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ജൂൺ മാസം 22-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഇന്ത്യയിലെ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ കൽക്കി 2898 AD. നിലവിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 25 ദിവസങ്ങൾ പിന്നിടുന്ന സിനിമയുടെ ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 25 ദിവസങ്ങൾ കൊണ്ട് 30,70 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 5 കോടി രൂപയ്ക്ക് വേർഫെയർ ഫിലിംസ് കേരളത്തിലേക്ക് എത്തിച്ച സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ കൽക്കി ബ്ലോക്ക് ബസ്റ്ററിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ട്രാക്കർമാർ പുറത്തുവിടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം 24 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 995 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 25 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ 25 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 1,005 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മികച്ച കളക്ഷനുമായി ഇപ്പോഴും മികച്ച ഹോൾഡറുടെ മുന്നേറുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. അടുത്ത സിനിമ ജൂലൈ മാസം 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഇന്ത്യൻ 2. കമൽഹാസനെ നായകനാക്കി ശങ്കറിന്റെ സംവിധാനത്തിൽ ഇക്കഴിഞ്ഞ ജൂലൈ മാസം 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ ഇന്ത്യൻ 2. നിലവിൽ 11 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ചിത്രത്തിന്റെ 10-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ 10 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 5,15 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം ഇന്നലത്തോടുകൂടി 50 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ 2 എന്ന സിനിമ 10 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 140 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 170 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഇന്ത്യൻ 2 എന്ന സിനിമയ്ക്ക് ചിത്രം തിയേറ്ററുകളിൽ ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ ചിത്രം തിയേറ്ററിൽ നിന്ന് മാത്രം 350 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടേണ്ടതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.